മലയാളികൾ നെഞ്ചോട് ചേർക്കുന്ന റിയാലിറ്റി ഷോകളിലൊന്നാണ് സ്റ്റാർ സിംഗർ സീസൺ 10. നിലവിൽ അതിലെ മത്സരാർത്ഥികളുടെ പ്രകടനത്തിന്റെ അവസ്ഥ എങ്ങനെ? എലിമിനേഷനിൽ ആര് പുറത്താകും? നിലവിൽ കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന എപ്പിസോഡോടുകൂടി കഴിഞ്ഞ ശനിയാഴ്ച പുറത്തുവന്ന എപ്പിസോഡോടുകൂടി എല്ലാവരും 3 പെർഫോമൻസുകൾ വീതം കാഴ്ചവെച്ചു. അതോടെ 3 പാട്ടുകളിൽ നിന്ന് 300-ൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവരും ഏറ്റവും കുറവ് മാർക്ക് നേടിയവരും ഇവരാണ്. അത് പറയുന്നതിന് മുൻപ് ഈ 3 റൗണ്ടുകൾ എടുത്തു നോക്കിയാൽ ആദ്യ പെർഫോമൻസുകൾ കൂടുതൽ മാർക്ക് നേടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ സീസണിൽ ആകെയുള്ളത് 6 ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസുകളാണ്. അതിലേറെയും പിറന്നത് ആദ്യ റൗണ്ടിലായിരുന്നു. ആദ്യ 2 റൗണ്ടുകളിൽ അവരവരുടെ ഫേവറേറ്റ് ഗാനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എളുപ്പം പാടാൻ കഴിയുന്ന പാട്ടുകളായിരുന്നു അവർ സെലക്ട് ചെയ്തത്. റൗണ്ടുകൾ തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു. 3ഉം 4ഉം റൗണ്ടുകൾ എത്തുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് രീതിയിലും മെലഡി പാട്ടുകളുമെല്ലാം നിശ്ചയമായും തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മത്സരാർത്ഥികളെത്തി. അതേസമയം മുൻപോട്ട് വരും തോറും ഇവരുടെ പെർഫോമൻസുകൾ വളരെ മെച്ചപ്പെടുന്നുണ്ട്. മത്സരാർത്ഥികൾക്കായി കൂടുതൽ മെച്ചപ്പെടാൻ പലതരത്തിലുള്ള വിദഗ്ധമായ പരിശീലനങ്ങളും പിന്നണിയിൽ നൽകുന്നുണ്ട്. നിലവിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോഴും നിലവിൽ മുന്നോട്ടുള്ള എലിമിനേഷൻ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഈ ആദ്യ റൗണ്ടുകളിലെ പെർഫോമൻസ് മാർക്കുകൾ ഉപയോഗിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. നിലവിൽ ഏറ്റവും കൂടുതൽ മാർക്കുകൾ നേടി മുന്നിലുള്ളവർ 300-ൽ ആകെ 1 മാർക്ക് മാത്രം കുറവിൽ കൃഷ്ണശ്രീ, വിധുരാജ്, അർജുൻ KC, തീർത്ഥ സത്യൻ, ദിൽരാജ് ഗോപി എന്നിവരുണ്ട്. ഏറ്റവും പിന്നിൽ ഗ്രീഷ്മ കണ്ണൻ, ആതിര കൃഷ്ണ, ഡോക്ടർ കൃഷ്ണപ്രിയ തുടങ്ങിയവരാണ്. എന്നാൽ ഇവർക്കിടയിലുള്ള മാർക്കുകളുടെ വ്യത്യാസം വളരെ കുറവാണ് താനും. ആകെ നിലവിൽ 18 ഗായകനാണ് മത്സരിക്കുന്നത്. ഏറ്റവും പിന്നിലുള്ള 11 മത്സരാർത്ഥികളുടെ മാർക്കുകൾക്കിടയിലുള്ള ഏറ്റവും കൂടിയ വ്യത്യാസം 3 മാർക്ക് മാത്രമാണ്. അതായത് സ്ഥാനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റപ്പെടാം എന്ന് സാരം. മുന്നോട്ടുള്ള റൗണ്ടുകളിൽ മാർക്കുകൾ നല്ല രീതിയിൽ മാറിമറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിഗത പെർഫോമൻസുകൾ ഇനിയും കൂടുതൽ മനോഹരമാകാനും മാർക്കുകൾ നേടാനും അങ്ങനെ മത്സരം ഏറെ ടൈറ്റ് ആകാനുമാണ് സാധ്യത. ഈ സ്റ്റാർ സിംഗറിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായകർ ആരെല്ലാം എന്ന് കമൻറ്റ് ചെയ്യൂ. എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണമെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.